നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആ ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തനവുമായി ആരംഭിച്ച് മുസ്ലിം ലീഗ് ഒട്ടേറെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് ആരംഭിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി. പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി പി മുഹമ്മദാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ലീഗ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദത്തിൽ പെടാൻ കാരണം? ലീഗ് ഒരു വിവാദത്തിലും അകപ്പെട്ടിട്ടില്ല. വളരെ അനാവശ്യമായി ചിലർ ബോധപൂർവം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ മാത്രമാണ്. അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് ഞങ്ങൾ എടുത്ത ഭൂമി തോട്ടഭൂമിയാണ് എന്നാണ്. ഞങ്ങൾ തോട്ടഭൂമി വാങ്ങിയിട്ടേ ഇല്ല. തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്ന ഭൂമിയല്ല മുസ്ലിം ലീഗ് പുനരധിവാസത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം, ഞങ്ങൾ ആ ഗുണഭോക്താക്കളായിട്ടുള്ള ദുരിതത്തിന് ഇരയായിട്ടുള്ള ആളുകൾ ഒരു വലിയ മഹാദുരന്തം കഴിഞ്ഞ് രക്ഷപ്പെട്ടു വരുന്നവരാണ്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കുമ്പം സൗകര്യമുള്ള, ഗുണമേന്മയുള്ള ആരാധനാലയങ്ങൾക്ക് സൗകര്യമുള്ള, വിദ്യാലയങ്ങൾക്ക് സൗകര്യമുള്ള, എന്നാൽ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണം എന്ന അവരുടെ ഒരു നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് തോട്ടഭൂമി അല്ലാത്ത ഭൂമിയൊന്നും മേപ്പാടിയുടെ പഞ്ചായത്തിൽ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഉള്ളത് 1 ഏക്കർ 2 ഏക്കർ ഭൂമികളാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഞങ്ങൾക്ക് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ, മേപ്പാടി പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത്, അതും മുട്ടിൽ മേപ്പാടി PWD റോഡിൻ്റെ ബസ് റൂട്ടുള്ള റോഡിൻ്റെ ഓരത്ത് ഒരു മനോഹരമായ സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എത്ര സ്ഥലമാണ് നിങ്ങൾ വാങ്ങിയത്? ഞങ്ങൾ 11.22 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരാളിൽ നിന്നാണോ? അല്ല, ഞങ്ങൾ 5 പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ആദ്യം കണ്ടത് കണ്ടിലേരി ഇബ്രാഹിം എന്ന് പറയുന്ന അയാളുടെ സ്വത്ത്, അയാളുടെ അനന്തരാവകാശികളായ അയാളുടെ മകന്, ഭാര്യ, അവരുടെ മകള്, ഇവർക്ക് പാർട്ടീഷൻ കഴിഞ്ഞ ഭൂമി. ആ ഭൂമിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിസരത്ത് 1.5 ലക്ഷത്തിൽ കുറഞ്ഞ ഭൂമി ഒരാളും വിൽക്കാൻ തയ്യാറല്ല. കാരണം തോട്ടഭൂമിയല്ല, കൊമേഴ്സ്യൽ ആയിട്ട് ഏത് വിനിയോഗത്തിനും സാധ്യമായ ഭൂമിയാണ്. ഫ്ലോട്ട് തിരിച്ച ആളുകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഈ പദ്ധതി ആയതുകൊണ്ട് അവർ ഒരു കൺസെഷൻ റേറ്റിലാണ് ഞങ്ങൾക്ക് ഈ ഭൂമി തന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ പലരും പറയുന്നത് വൻ തുക കൊടുത്താണ് വാങ്ങിയതെന്നാണ്. എത്ര രൂപ സെൻറ്റിന് കൊടുത്തിട്ടുണ്ട്? തോട്ടഭൂമിക്ക് വയനാട്ടിൽ 25 ലക്ഷം മുതൽ 60 ലക്ഷം 70 ലക്ഷം രൂപ വരെ ഇപ്പം വില നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തോട്ടഭൂമിയല്ല. അതുകൊണ്ട്, കാരണം തോട്ടഭൂമി എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം എന്താ? 15 ഏക്കറിൽ താഴെയുള്ള മിച്ചഭൂമിയല്ലാത്ത, തോട്ടഭൂമിയുടെ പരിധിയിൽപ്പെടാത്ത ഭൂമി. ആ ഭൂമി വാങ്ങുന്ന ഏതൊരാൾക്കും അതിൽ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താം. അതിൻ്റെ പട്ടയമേ പിന്നെ പരിശോധിക്കേണ്ടതുള്ളൂ. DK പട്ടയമുണ്ട്, അതേപോലെ തന്നെ WCS പട്ടയമുണ്ട്. എന്നാൽ ഞങ്ങൾ വാങ്ങിച്ച ഭൂമിയുടെ ജന്മം പട്ടയമാണ്. അതുകൊണ്ട് ഒരുവിധ നിർമ്മാണത്തിനും എതിർപ്പില്ല, തടസ്സമില്ലാത്ത ഒരു ഭൂമിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൂമി കിട്ടുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരും. തോട്ടം ഭൂമിയുടെ വില വെച്ച് ഇതിനെ അളക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ പിന്നെ 1.5 ലക്ഷം വിലയുള്ളിടത്താണ് ഞങ്ങൾക്ക് 1.15 തന്നിട്ടുണ്ട് ഭൂമി, 1.5 കിട്ടിയിട്ടുണ്ട്, 1.16 കിട്ടിയിട്ടുണ്ട്. സുനിൽ എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലം പിന്നെ ഞങ്ങളെടുത്ത സ്ഥലത്തിൻ്റെ പിറകിലാണ്. അവിടെ അദ്ദേഹം 98,000 സെൻറ്റിന് തന്നിട്ടുണ്ട്. അതേ സമയത്ത് കല്ലങ്കോടൻ മൊയ്തുവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അത് റോഡ് അരികിൽ ടൗണിലുള്ള വെള്ളിത്തോട് അങ്ങാടിയിലുള്ള സ്ഥലമാണ്. അത് അയാൾ വിൽക്കാൻ വെച്ചതല്ല, ഞങ്ങൾ വാങ്ങാനും ഉദ്ദേശിച്ചതല്ല. ഞങ്ങളുടെ ഈ പദ്ധതിക്ക് ഒരു 3 ഏക്കർ സ്ഥലം കൂടിയും വേണം എന്ന് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് റിക്വസ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം അദ്ദേഹത്തോട് കൊടുക്കണമെന്ന് പറഞ്ഞ് തങ്ങളെ വാക്കിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം തന്നതാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ തൊട്ട് പിറകിൽ അദ്ദേഹം 1.5 ലക്ഷത്തിന് 1 വർഷം മുമ്പ് സ്ഥലം വിറ്റിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുന്നിൽ 2 ലക്ഷം രൂപക്ക് യഥേഷ്ടം വാങ്ങാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഞങ്ങൾക്ക് 1.22 തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭൂമിക്ക് ഒരിക്കലും വില കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവിടെ ഗുണനിലവാരമാണ് നോക്കിയത്. അവിടെ വന്ന് താമസിക്കുന്ന ആളുകളുടെ സൗകര്യമാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത്. എത്ര വീടുകളായിരുന്നു നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് 100 വീട് എന്നാണ്. മാത്രവുമല്ല,
ഞങ്ങൾ ഇത് ഇത്രയും വൈകാനുള്ള കാരണം അന്ന് സർക്കാർ ടൗൺഷിപ്പ് വരുന്നു. ആ ടൗൺഷിപ്പിൽ സന്നദ്ധ സംഘടനകൾക്ക് വീട് വെച്ച് നൽകുമെന്ന് സർക്കാർ സ്പേസ് കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. 1030 വീടാണ് സന്നദ്ധ സംഘടനകൾ ഓഫർ ചെയ്തത്. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ആ ടൗൺഷിപ്പിൽ പ്രത്യേക സ്പേസ് അനുവദിച്ച് ഈ എല്ലാ ആളുകൾക്കും വീട് നിർമ്മിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയും പാശ്ചാത്തല സൗകര്യങ്ങൾ സ്കൂളും പിന്നെ റോഡും കുടിവെള്ളം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റുമാണ് ചെയ്തിരുന്നതെങ്കിൽ എല്ലാവരെയും നമുക്ക് ഒരിടത്ത് താമസിപ്പിക്കാമായിരുന്നു. നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് പുറത്തു പോയത്? ഈ ഞങ്ങൾ പുറത്തു പോയത് ഞങ്ങൾ സർക്കാരിനെ 7 മാസം കാത്തിരുന്നു ടൗൺഷിപ്പിൽ സ്ഥലം കിട്ടുമെന്ന് കരുതി. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായപ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് 100 വീടിലധികം പ്രഖ്യാപിച്ച ഗുണഭോക്താക്കളുടെ സന്നദ്ധ സംഘടനകളുടെ മീറ്റിംഗ് വിളിക്കുന്നത്. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു, KCBC പങ്കെടുത്തു, കോൺഗ്രസ് പങ്കെടുത്തു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ KCBCൻ്റെ ആളുകളൊക്കെ പങ്കെടുത്തു. ഞങ്ങളുടെ ഉപസമിതി കൺവീനർ PK ബഷീർ MLA, C മമ്മൂട്ടി XMLA ഒക്കെ പങ്കെടുത്തു. പക്ഷെ അപ്പോഴാണ് ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ടൗൺഷിപ്പിൽ പ്രത്യേക സ്പേസ് അനുവദിക്കില്ല, മറിച്ച് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് 3000 രൂപ വീതം 30 ലക്ഷം രൂപ സർക്കാരിലേക്ക് നൽകണം. സർക്കാരാണെങ്കിൽ അത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പകൽ കൊള്ളക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ അത്രയും തുക ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെയും പാർട്ടിയെയും വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളെ ഏൽപ്പിച്ച ഫണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. എത്ര കോടി രൂപ നിങ്ങൾ പിരിച്ചിട്ടുണ്ട് ഇതുവരെ? ഞങ്ങളിതിൽ ഏകദേശം വീട് വാഗ്ദത്തം ചെയ്തവരുണ്ട്. 36 കോടി രൂപ ക്യാഷായിട്ട് വന്നിട്ടുണ്ട്. 40 കോടിയോളം രൂപ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങളൊരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയിലും പാണക്കാട് തങ്ങളിലുമുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഏൽപ്പിച്ചതാണ്. അതിന് ഒരു മങ്ങലും ഏൽക്കാത്ത വിധത്തിൽ അത് തികച്ചും സത്യസന്ധമായി സുതാര്യമായി തന്നെ ഞങ്ങളത് വിനിയോഗിക്കും. നിങ്ങൾക്കെതിരെ പറയുന്ന ഒരാരോപണം കണക്കൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല എന്ന്. ഇതിനെന്തെങ്കിലും റെസീറ്റ് കൊടുക്കുകയോ എന്താണ്, ഏത് രീതിയിലാണ് പിരിവ് നടന്നത്? ഞങ്ങളിത് ഫോർ വയനാട് എന്ന് പറയുന്ന വളരെ സുതാര്യമായ ഒരു ആപ്പിലൂടെയാണ് ഈ ഫണ്ട് സമാഹരിച്ചത്. മൊബൈൽ ആപ്പിലൂടെ. ആ മൊബൈൽ ആപ്പിൽ ഒരു ഫണ്ട് സെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ആ സമയം തന്നെ അതിൻ്റെ റെസീറ്റ് അവരുടെ വാട്സപ്പിൽ അവർക്ക് ലഭിക്കും. മാത്രമല്ല ഇപ്പോഴും അത് ലൈവായിട്ട് നിലനിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ കയറി പരിശോധിക്കാം. അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ 29A പ്രകാരം ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതുകൊണ്ട് 29B പ്രകാരമാണ് ഞങ്ങൾ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത് ഡിക്ലെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ആ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ വന്ന വരുമാനവും അത് എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ള വളരെ കൃത്യമായ കണക്ക് ഞങ്ങളത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും എപ്പോഴും നോക്കാവുന്നതാണ്. വേറൊരു ആരോപണം പറയുന്നത് ഈ 40 കോടി ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്ന പോലെ എവിടെ ഈ 40 കോടി ഇല്ല, അതെടുത്ത് വേറെന്തോ കേരളത്തിന് പുറത്തെന്തോ ബിസിനസ്സൊക്കെ ചെയ്തു എന്നൊക്കെ ഒരു ആരോപണം പറയുന്നുണ്ട്. അതൊക്കെ മുസ്ലിം ലീഗ് ചെയ്യുന്ന ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അത് മറ്റാർക്കും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മുസ്ലിം ലീഗിനെ ഇകഴ്ത്താനും പൊതുജന മധ്യത്തിൽ താറടിക്കാനുമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. അക്കൗണ്ട് ആർക്കും പരിശോധിക്കാം. ഈ ഫണ്ട് കഴിച്ച് ബാക്കി തുക ആ അക്കൗണ്ടിലുണ്ട് എന്ന് മാത്രമല്ല, എന്നാൽ അവർ മുസ്ലിം ലീഗ് ചെയ്യുന്നതിനെ വിമർശിക്കുന്നവർ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ 4-1 ചെയ്ത് കാണിക്കട്ടെ. ഇവിടെ ഞങ്ങൾ ഈ പദ്ധതിയിൽ ഞങ്ങൾക്കറിയാമല്ലോ, ഈ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നടന്ന ഒരു മഹാദുരന്തമാണ്. ആ ദുരന്തത്തിൽ ഞങ്ങൾ ചെയ്ത സേവനങ്ങൾ തുല്യതയില്ലാത്തതാണ്. അത് പറയണം, അതിനൊരു PR വർക്ക് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി ആ ദുരന്തം നേരിട്ട് കണ്ടു. പ്രധാനമന്ത്രി ദുരിതം കണ്ട് തിരിച്ചുപോയി. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു വലിയ സഹായം കിട്ടുമെന്ന് കരുതി. പക്ഷേ എന്താ ഉണ്ടായത്? ഈ സമയം വരെ, ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യവും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംഘം അവിടെ സന്ദർശിച്ച സമയത്ത് സമയബന്ധിതമായി അവസരോചിതമായിട്ട് വളരെ പെട്ടെന്ന് അവർ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ അവർ ഫണ്ടിന് ആഹ്വാനം ചെയ്തു, ഫണ്ട് കളക്ട് ചെയ്തു. ഞങ്ങളാണ് ആദ്യം അവിടുത്തെ ദുരിതബാധിതരായിരിക്കുന്ന ആളുകൾക്ക് ഉടുതുണിക്ക് പകരം മറുതുണിയില്ലാത്ത പാവങ്ങൾ
അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ഉടുത്ത ഉടുമുണ്ടല്ലാതെ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ആദ്യം അവരുടെ കരങ്ങളിലേക്ക് 15,000 രൂപ വീതം എടുത്തു കൊടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ്. 651 കുടുംബങ്ങൾക്ക്, അതും അന്നത്തെ സർക്കാരിൻ്റെ കൈവശമുള്ള ലിസ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ 651 പേർക്ക് നമ്മളവിടെ കൊടുത്തത്. ഞങ്ങളവിടെ പെട്ടെന്ന് കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചു. ആ കളക്ഷൻ സെൻറ്ററിലൂടെ 3 കോടി രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഗൃഹോപകരണങ്ങൾ അവിടെ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവിടെ എല്ലാവരും പിന്നെ മൃതശരീരങ്ങൾ കുമിഞ്ഞുകൂടുന്നു, മോർച്ചറിയിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതോടൊപ്പം തന്നെ അവിടെ വിവിധ ശ്മശാനങ്ങളിലേക്ക് തിരിച്ചറിയുന്ന ബോഡികൾ കൊണ്ടുപോകുന്നു. മേപ്പാടി പള്ളി അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട്, കാരണം ധാരാളം മുസ്ലിങ്ങൾ മരിച്ചതുകൊണ്ട് അവിടെ മയ്യത്ത് നിസ്കാരങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു നിർണായക ഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, മിലിറ്ററി, ഈ മൃതശരീരങ്ങൾ തിരയുന്ന ആളുകൾ, അവർക്കൊക്കെ ഭക്ഷണം എത്തിച്ചതാരാ? നരിപ്പറ്റ പഞ്ചായത്ത് വൈറ്റ് കാർഡ് അവർ കള്ളാടി മക്കാമിൻ്റെ അടുത്ത് പിറ്റേ ദിവസം 2-ാം ദിവസം ക്യാൻറ്റീൻ ആരംഭിച്ചു. പ്രതിദിനം 9,000 ആളുകളാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെയും ഉച്ചക്കും തെരച്ചിലിന് പോകുന്നവർ ഉച്ചക്കുള്ള ഭക്ഷണം. പക്ഷേ അന്ന് ഭക്ഷണ വിതരണം നടത്തുന്ന സമയത്ത് ആ ഭക്ഷണ വിതരണം പിന്നീട് തടയുകയുണ്ടായി. അതെ, അന്ന് മുതൽ തന്നെ ഇന്ന് വരെ ലീഗിനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ആദ്യം മുസ്ലിം ലീഗ് നടത്തി ഈ അന്നം മുടക്കിക്കൊണ്ടാണ് ലീഗിൻ്റെ പ്രവർത്തനത്തെ തടയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് ഞങ്ങൾ ഈ 9,000 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഭക്ഷണത്തിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ എന്നാൽ അവർക്ക് തന്നെ വിനയായി, എല്ലാവരിൽ നിന്നും പ്രതിഷേധമുണ്ടായി. നല്ല ഗുണനിലവാരമുള്ള, ക്വാളിറ്റിയുള്ള, രുചികരമായ ഭക്ഷണമാണ് അവിടെ വിതരണം ചെയ്തത്. പക്ഷേ അപ്പം പിന്നീട് മന്ത്രിസഭ ഉപസമിതി പറഞ്ഞു അത് പ്രവർത്തിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവരെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പോലീസ് ആക്രോശിച്ച് അവിടെ കുടിലുകളൊക്കെ തകർത്തു. അപ്പോൾ ഇത് ഒരു ഭാഗത്ത്. അത് മാത്രമല്ല ഞങ്ങൾ പിന്നീട് അവിടെ ചെയ്തത്, ഈ തിരിച്ചറിയാൻ കഴിയാത്ത ബോഡി അവരെ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനം എടുക്കുകയാണ്. 72 മണിക്കൂർ കഴിഞ്ഞു, ഇനി അവരെ മറവ് ചെയ്യാതിരിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. DNA ടെസ്റ്റിന് ആവശ്യമായ കളക്ഷൻ എടുത്തു. പിന്നെ ബന്ധപ്പെട്ട ബന്ധുക്കളിൽ നിന്ന് DNA സാമ്പിൾ ശേഖരിച്ചു. ബോഡികളൊക്കെ എത്രയും പെട്ടെന്ന് വയനാട്ടിലെ പൊതു ശ്മശാനങ്ങളിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. ബത്തേരി മുനിസിപ്പാലിറ്റി, മുള്ളംകൊല്ലി പഞ്ചായത്ത്, തൊണ്ടർനാട് പഞ്ചായത്ത്, പിന്നെ നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, ഇവിടങ്ങളിലൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഉപസമിതിയെ ചെന്ന്, മന്ത്രിസഭ ഉപസമിതിയെ ചെന്ന് കണ്ടിട്ട് അത് പറ്റില്ല. ഈ നാളെ DNA പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴും ഓരോരുത്തരുടെ ബന്ധുക്കൾ വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിലാണ് ഉണ്ടാവുക. അതുണ്ടാക്കുന്ന മാനസിക പ്രയാസം ചെറുതല്ല. ഞങ്ങൾ പറഞ്ഞു അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും, അവിടെ ജാതിയോ മതമോ അല്ല, അവിടെ മരിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത മുഴുവൻ മനുഷ്യരെയും സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കാൻ സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു മേപ്പാടിയിൽ പൊതു ശ്മശാനമില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടെത്തി തരാം. എന്താ മാർഗം? ഞങ്ങൾ പറഞ്ഞു മേപ്പാടി മുസ്ലിം പള്ളിക്ക് 12 ഏക്കർ ഭൂമിയുണ്ട്, അതിൽ എവിടെ വേണമെങ്കിലും അനുവദിക്കാം. അത് പറ്റില്ല, പൊതുവായ ഒരു സ്ഥലം കണ്ടെത്തണം. എന്നാൽ ഞങ്ങൾ വിലക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 10 മണി വരെ ഞങ്ങൾക്ക് സമയം അനുവദിച്ചു. ഞങ്ങൾ മേപ്പാടിയിൽ ചെന്നപ്പോഴാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ സാർ അവിടെ ഉണ്ട് എന്നറിയുന്നത്. അദ്ദേഹത്തെ ഞാനാണ് ഫോണിൽ വിളിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു സെൻറ്റ് ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ മനുഷ്യരെ വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിലേക്ക് തള്ളുകയാണ്. നിങ്ങൾ ദയ കാണിക്കണം, നിങ്ങൾക്ക് ഈ പ്രദേശത്തുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവർത്തനമായിരിക്കും. അദ്ദേഹം പറഞ്ഞു ഈ വസ്തുത എൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചതിനോട് നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. എത്രയാണോ സ്ഥലം, ആ സ്ഥലം ഞങ്ങൾ അനുവദിച്ചു തരാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഇപ്പോൾ പുത്തുമലയിൽ ഹൃദയഭൂമി ഉണ്ടാകുന്നത്. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. കലക്ടർ തഹസിൽദാരെ വിട്ടു. അപ്പോഴും തഹസിൽദാർ അതിന് കൊറിയിടുകയായത്. അദ്ദേഹം പറഞ്ഞത് തർക്കഭൂമിയാണ്, ഗവൺമെൻറ്റും HML തമ്മിൽ തർക്കഭൂമിയാണ്. അങ്ങനെ PK ബഷീർ MLA ആണ് ഇത് ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ചീഫ് സെക്രട്ടറിയാണ് അതിലിടപെട്ടുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ നീക്കി ആ ഭൂമി ഇവരെ മറവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇന്ന് DNA പരിശോധനാ ഫലം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ജൂലൈ 29 അവിടെ പോയിരുന്നു. അവിടെ സാദിഖ് അലി തങ്ങളും അതുപോലെ ഈശ്വര നമ്പൂതിരിയെല്ലാം അവിടെ പിന്നെ പൊതുപ്രാർത്ഥനയ്ക്ക് വേണ്ടി, പിന്നെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരുന്നു. അവിടുത്തെ ആളുകളുടെ സങ്കടത്തിനിടയിൽ അവർക്കുള്ളൊരു സന്തോഷം, കാരണം അവരുടെ ഉറ്റവരും ഉടയവരും ഒരു സ്ഥലത്ത് അവർക്ക് ഏത് സമയത്തും സന്ദർശിക്കാനും പ്രാർത്ഥന നടത്താനും കഴിയുന്ന അതുപോലും ചെയ്യാൻ
ഞങ്ങൾക്ക് സാധിച്ചു. അത് അപ്പോൾ ഈ ഭൂമി ഇപ്പോഴത്തെ പുനരധിവാസ പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സവാദം സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടോ? സർക്കാർ ഒരു തടസ്സവാദം ഉന്നയിച്ചിട്ടില്ല. തടസ്സവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജന്മം പട്ടയമുള്ള ഭൂമി അത് ആർക്കും യഥേഷ്ടം വാങ്ങാവുന്നതും ക്രയവിക്രയം ചെയ്യാവുന്നതും അതിൽ കെട്ടിട നിർമ്മാണം നടത്താവുന്നതുമായ ഒരു നിയമം നിലനിൽക്കെ അങ്ങനെ വളരെ സുതാര്യമായ ഒരു ഭൂമി ഞങ്ങൾ വാങ്ങുമ്പോൾ ആരുടെയും അനുവാദം അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലോ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നിലവിലെ ചട്ടപ്രകാരം തന്നെ സാധൂകരിക്കപ്പെടുന്ന ഭൂമിയാണ്. പരിധിയിൽ കവിഞ്ഞ ഭൂമിയല്ല, മിച്ച ഭൂമിയല്ല, തോട്ടഭൂമിയല്ല. എന്നാൽ ഞങ്ങൾ വാങ്ങിച്ചത് 15 ഏക്കറിൽ താഴെയുള്ള ഭൂമിയാണ്. അതായത് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്കും 15 ഏക്കറിൽ കൂടുതൽ ഭൂമി അവരെ കൈവശത്തിലില്ല, മിച്ച ഭൂമിയില്ല, ജന്മം പട്ടയമാണ്. പിന്നെ ഇത് ഒരു അനാവശ്യ വിവാദം ഉണ്ടായപ്പോൾ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിൽ വില്ലേജ് ഓഫീസർ ഇത് തോട്ടഭൂമിയാണ് എന്ന് പറഞ്ഞു എന്നറിയുന്നു. അതിന് ലാൻഡ് ഉടമകൾക്ക് നോട്ടീസ് കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ KLR ആക്ട് പ്രകാരം 105 വകുപ്പ് പ്രകാരം ഇതിൻ്റെ വിവരശേഖരണം നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ആ വിവരശേഖരണത്തിനുള്ള നോട്ടീസാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. തന്നെ അതിന് മറുപടിയും കൊടുത്തു. അതിലപ്പുറം വേറൊന്നുമില്ല. നിയമക്കുരുക്കുകളൊന്നും നിലവിലില്ല. നിയമക്കുരുക്കുകളൊന്നും നിലവിലില്ല. ഒരു തരത്തിലും നിയമക്കുരുക്കിലേക്ക് പോകുന്ന ഭൂമിയുമല്ല. വളരെ കൃത്യമാണത്, സ്പഷ്ടമാണ്. സമയപരിധിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ നിർമ്മാണ പ്രവൃത്തികൾ എന്ന് ആരംഭിക്കാൻ കഴിയും? നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മഴ മാറിയതേ ഉള്ളൂ. ഞങ്ങൾ ഉടനെ തുടങ്ങുകയാണ്. അതിന് വേറെ കാലതാമസങ്ങളൊന്നുമില്ല. ഞങ്ങൾ പ്ലാനിന് വേണ്ടിയിട്ട് അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഗുണഭോക്തൃ ലിസ്റ്റിനെ സംബന്ധിച്ചും ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു. നിങ്ങൾ സെലക്ട് ചെയ്തത് ആരെയൊക്കെയാണ്? ഗുണഭോക്തൃ ലിസ്റ്റിൽ ഒരാക്ഷേപമില്ല. ഞങ്ങൾ സർക്കാർ തന്നെ 2 ചോയ്സ് വെച്ചു. ഒന്ന്, സർക്കാർ ടൗൺഷിപ്പിൽ ചേരുന്നവർക്ക് സർക്കാർ 6 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൊടുക്കും. അതല്ലാത്തവർക്ക് സർക്കാർ 15 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെയാണ് സർക്കാരിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഈ 15 ലക്ഷം വാങ്ങുന്ന ആളുകൾക്ക് അവർക്ക് പുറത്ത് ഏത് സന്നദ്ധ സംഘടനകളുടെയും നിർമ്മാണ പദ്ധതിയിൽ ചേരാം. ഞങ്ങളിത് പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ മുസ്ലിം ലീഗ് 100 വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൽ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ലഭിച്ച അപേക്ഷകളിൽ എല്ലാ ജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ അപേക്ഷ 105 അപേക്ഷയായിരുന്നു. ആ 105 അപേക്ഷയും ഞങ്ങൾ പരിഗണിച്ചു എന്നുള്ളതാണ്. അതിൽ സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചവർ തന്നെ 90ഓളം ആളുകളുണ്ട്. ഇനി അവശേഷിക്കുന്നവർ ഞങ്ങൾ അവർ സർക്കാർ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. സർക്കാർ ലിസ്റ്റ് പരിഗണിക്കുന്ന മുറക്ക് അവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഈ 105 പേരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യം അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ ആരെയും ഒരു പ്രലോഭനം പറഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിയിട്ടില്ല. എല്ലാവരും സ്വമേധയാ അപേക്ഷ തന്നവരാണ്. ഞങ്ങൾക്ക് അപേക്ഷ തന്ന് കാത്തിരിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും നിരാശരാക്കില്ല. ഈ പദ്ധതി അവർക്ക് പൂർത്തീകരിച്ച് കൈമാറുക തന്നെ ചെയ്യും. ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് അവർ പുറത്തു വരികയും ചെയ്തു, ലീഗിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു. നിലവിൽ അവർക്ക് വീട്ടുവാടകയെ സംബന്ധിച്ച് ഇനി സർക്കാർ കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ നിർമ്മാണം വൈകുകയും ചെയ്യുമ്പോൾ ഈ പുനരധിവാസം സാധ്യമാകുന്നതുവരെ അവരുടെ വീട്ടുവാടക, അവരുടെ ചെലവുകൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഇത്രയും സഹായമൊക്കെ ചെയ്ത ലീഗ് ഇനി ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ ഇക്കാര്യം സർക്കാരിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനിമം സർക്കാർ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ആ ദുരിത മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ദിനബത്തയും വാടകയും കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതേസമയം ഞങ്ങൾ 8 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് ഞങ്ങൾ തറക്കല്ലിട്ട സമയത്ത്. ആ സമയത്തിനുള്ളിൽ ഞങ്ങളത് പ്രഖ്യാപിക്കും. അതേസമയത്ത് അത്തരത്തിലുള്ള ഏതെങ്കിലും സഹായം ആവശ്യമുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കും. കാരണം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വൈമനസ്യവുമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷയും ജീപ്പും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പുണ്യപ്രവർത്തനം അവിടെ ഈ സർക്കാരൊക്കെ അതിൽ നിന്ന് പുറംതിരിഞ്ഞു. ഈ മാരകമായ ഒരു പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് അവർക്ക് തുടർ ചികിത്സ ഇല്ല. DMO തന്നെ ബഹുമാനപ്പെട്ട കലക്ടർ വഴി ഞങ്ങൾക്കൊരു ലിസ്റ്റ് തരികയുണ്ടായി. 44ഓളം വരുന്ന ആളുകളെ എടുക്കണം. ഞങ്ങളെ PTH പൂക്കോയത്തങ്ങൾ ഹോസ്പീസിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അമീറിൻ്റെ നേതൃത്വത്തിൽ കണ്ണിയൻ സമദ് കൺവീനറായിട്ടുള്ള ഒരു PTH സമിതി അതിനു വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ CP വാവാജി, ഉമ്മർ മാഷും ജയന്തി രാജനും KC അസീസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു PTH സംവിധാനമുണ്ട്. ആ സംവിധാനം വഴി ഞങ്ങൾ ഈ രോഗികളെ മുഴുവൻ
തുടർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗജന്യമായിട്ട് അവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ആ നിമിഷം മുതൽ ഈ സമയം വരെ അതില്ല. മാത്രമല്ല, ഞങ്ങൾ വിദ്യാഭ്യാസ സഹായം കൊടുത്തു. ഈ വെള്ളരിമല സ്കൂളിലെ കുട്ടികൾ SLC പാസ്സായി. അവർക്ക് സ്കോളർഷിപ്പോട് കൂടി എല്ലാവരും മൊമെൻറ്റോ കൊടുത്തപ്പോൾ ഞങ്ങൾ മൊമെൻറ്റോയും ആ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകി. അവിടെ 10-30ഓളം വരുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഞങ്ങൾ 20,000 രൂപ വെച്ചിട്ട് ഈ സമയത്ത് ഞങ്ങൾ സഹായം ചെയ്യുകയുണ്ടായി. അങ്ങനെ അവിടെ എന്താണോ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, അതിൻ്റെ കൂടെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഉപകാരങ്ങളും മുസ്ലിം ലീഗ് ആ അർത്ഥത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ജനങ്ങൾക്ക്, ദുരിതബാധിതർക്കൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്കൊക്കെ പ്രത്യേകം ജനങ്ങൾക്ക് വേണ്ടി തന്നെ നന്ദി പറയുകയാണ്. പക്ഷേ കുറേ ആളുകളുടെ ഒരു സഹകരണം കൂടി, ലീഗിൻ്റെ പ്രവർത്തകരുടെ മാത്രമല്ല, പൊതുജനങ്ങളുടെ കൂടി സഹകരണത്തിലാണല്ലോ ഇതൊക്കെ നടക്കിലാകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി ചില ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? ഒരാശങ്കയും അക്കാര്യത്തിൽ വേണ്ട. കാരണം മുസ്ലിം ലീഗ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ പലർക്കും അത് ചെയ്യാനോ അതിൻ്റെ 4 അയലത്തെത്താനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. പക്ഷേ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന പൊതുസമൂഹമുണ്ട്. അവർക്ക് ലീഗിനെ അറിയാം. ലീഗിലുള്ള അവരുടെ വിശ്വാസത്തിന് ഒരു പോറലേൽപ്പിക്കുവാനും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ടും ഒന്നും സാധിക്കില്ല എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായും ലീഗിന് ഒട്ടേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. പക്ഷേ നമ്മൾ മറ്റ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാതിരുന്നതാണ്. കാരണം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനാണ് നമ്മളും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ അടിയന്തര പ്രാധാന്യം അതുകൊണ്ടായതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. മുഹമ്മദ് ഇത്രയും സമയം സംസാരിച്ചത്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.